നമ്മളെപ്പോഴും എന്താണ് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ഇവിടെയൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് ഇത്രയും നമ്മൾ ഇതിനെ കാര്യമായി പ്രതിരോധിക്കാൻ പറ്റിയത്. നമ്മുടെ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ സെക്ടർ നമ്മൾ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ രാജ്യം ഇത്. പക്ഷേ നമുക്ക് ഇൻഡസ്ട്രിയലി ഇവിടുത്തെ പ്രോബ്ലംസൊക്കെ കൊണ്ട് പലരും ഇങ്ങോട്ട് വരാൻ മടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ഈ റിസോഴ്സ് നമുക്ക് കാര്യമായിട്ട് ഇന്ത്യയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ചിലപ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവർക്ക് ഇന്ത്യയിൽ ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം അവർ ലീഡേഴ്സ് ആകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റും ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ആൾക്കാരിലുള്ള കപ്പാസിറ്റിയും ആ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണത്. ഓക്കെ താങ്ക് യു. അപ്പോൾ ഒരു കാര്യം കൂടി ഈ ഒരു സംബന്ധം, ഇപ്പോൾ മിക്ക IT കമ്പനികളും ഇപ്പോൾ ജോലിയൊക്കെ വർക്ക് ഫ്രം ഹോം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റൊക്കെ കുറഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കും ജോലി, അല്ലെങ്കിൽ ബോംബെയിലായിരിക്കും ജോലി. അവർക്ക് പക്ഷേ കേരളത്തിലിരുന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യങ്ങളിലാണ് വരാൻ. അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു 10 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പം നടക്കുന്നത്. അതിൽ പ്രധാനമാണ് വർക്ക് ഫ്രം ഹോം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ TCS ഒക്കെ 75% ഓഫ് ദ സ്റ്റാഫിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയാണ്. ഇപ്പം ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും മൈക്രോസോഫ്റ്റ് ഒക്കെ ആണെങ്കിലും അവരെല്ലാവരും വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു കൺസെപ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്ന മാതിരിയുള്ള ട്രാവലിംഗ്, ഇപ്പോൾ ബോംബെയോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹി മാതിരിയുള്ള സിറ്റികളിലുള്ള ട്രാഫിക്കൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. നമുക്ക് ട്രാവലിംഗ് കുറയുന്നു, അവർ വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫീസ് സ്പേസസിൻ്റെ കാര്യങ്ങൾ കുറയും, തീർച്ചയായിട്ടും കുറയും, ട്രാഫിക് കുറയും, ആ യാത്രകളെല്ലാം നമ്മൾ കുറയുന്നതനുസരിച്ചിട്ട് അതിൻ്റേതായ ഇതുണ്ട്. അപ്പം എക്സ്പെൻസസും നമുക്ക് ടൈം ഒരുപാട് കിട്ടും. ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ ചെയ്യാനുള്ള സമയങ്ങളൊക്കെ അതൊരു പോസിറ്റീവ് സൈനാണ്. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും. പക്ഷേ അത് ഗ്രാജുവലി നമ്മളത് വി വിൽ യൂസ് ടു ദാറ്റ് ആക്ച്വലി. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറുമായിരിക്കും എന്നാണ് തോന്നുന്നത്.